പാകിസ്ഥാന്റെ 9 സ്ഥലങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണം, പലതവണയായിട്ട് നടത്തിയ ആക്രമണം സത്യത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉയർത്തിയിരിക്കുന്നത് പാകിസ്ഥാന് മാത്രമല്ല, ചൈനയ്ക്ക് കൂടിയാണ്. 80-ലധികം വരുന്ന പാകിസ്ഥാൻ ഭീകരരുടെ ജീവനെടുത്ത ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാന്റെ മെയിൻ ലാൻഡിൽ കൂടി നടന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യ ആക്രമിച്ചത് പാക് അധീന കാശ്മീരി മാത്രമല്ല, മറിച്ച് പഞ്ചാബിൽ കൂടിയാണ്. പാകിസ്ഥാന്റെ പ്രവിശ്യകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യ പഞ്ചാബിൽ കൂടി ഇന്ത്യ ആക്രമണം നടത്തിയുണ്ടായി. അപ്പൊ ഈ ആക്രമണം പാകിസ്ഥാനിൽ മാത്രമല്ല, ചൈനയിൽ വലിയ രീതിയിലുള്ള ഒരു ഭയം ഉടലെടുക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നുള്ള സൂചനകളുണ്ട്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈന ഈ വിഷയം എടുത്തു പറയുന്നില്ല എങ്കിലും ചൈനയുടെ ഡിഫൻസ് വൃത്തങ്ങൾ അടിയന്തരമായ ചില യോഗങ്ങളും മറ്റുമൊക്കെ ചേർന്നിരുന്നു. ഇതിന്റെ യഥാർത്ഥ കാരണം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉണ്ടായ പാളിച്ച തന്നെയാണ്. ചൈന എപ്പോഴും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ടൂളായിട്ടോ ഒരു ബഫർ സോണായിട്ടോ ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചൈന കൊടുത്തിട്ടുള്ള ആയുധങ്ങളാണ് ഇന്ന് പാകിസ്ഥാന്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിലോ ഇപ്പോൾ നടന്നതുപോലെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത് ചൈനീസ് ആയുധങ്ങൾ കൂടിയാണ്. ഇപ്പോൾ ചൈനയുടെ ആയുധങ്ങളായിട്ടുള്ള J-10 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്, JF-17 പോലെയുള്ള യുദ്ധവിമാനങ്ങളുണ്ട്. ഇതിന് പുറമെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ചൈനീസ് നിർമ്മിതമാണ്. പാകിസ്ഥാന് സ്വന്തമായിട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ചൈനീസ് നിർമ്മിത HQ-7 എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. ഇതിനു പുറമെ ചൈനയുടെ HQ-16 എന്ന് പറയുന്ന ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റവും ഉണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ. കൂടാതെ HQ-9 എന്ന് പറയുന്ന ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റവും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും ആധുനികമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളതുമായിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണിത്. ഇത് ചൈന വികസിപ്പിച്ചെടുത്താണ്. ചൈനയുടെ കൈവശമുള്ള ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റംസിൽ ഒന്നായിട്ടാണ് ചൈന ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറയുന്നത് 125 കിലോമീറ്റർ ആണ്. ഇത് എയർക്രാഫ്റ്റുകളെയും അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലുകളെയും അടക്കം തകർക്കാൻ ശേഷിയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. പാകിസ്ഥാന്റെ ഈ എയർ ഡിഫൻസ് സിസ്റ്റംസിനെ എല്ലാം തകർത്തുകൊണ്ടാണ് ഇന്ത്യ 9 ഇടങ്ങളിൽ ആക്രമണം നടത്തിയത്. നമുക്കറിയാലോ, ചില വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യയുടെ ഏതൊക്കെയോ എയർക്രാഫ്റ്റുകളെയൊക്കെ പാകിസ്ഥാൻ തകർത്തു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മുമ്പിൽ യാതൊരു തെളിവുമില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട്. ഞാൻ പല വീഡിയോകളിലും അത് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ നടക്കാൻ ചാൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തി കടന്നാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യ അവിടെ നമ്മുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നു പോയിട്ട് നടത്തിയതാണോ, ഇന്ത്യയുടെ അതിർത്തിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നടത്തിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. നിലവിൽ നമ്മുടെ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഇന്ത്യ അതിർത്തി കടക്കാതെ തന്നെ പാകിസ്ഥാനിലെ ഈ ലക്ഷ്യങ്ങൾ തകർത്തു എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യൻ വിമാനങ്ങൾ അങ്ങ് അവരുടെ അതിർത്തി കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ 2019 നമ്മുടെ ഒരു മിഗ് വിമാനം അവർ തകർത്തില്ലേ, അവരുടെ ഒരു F-16 നമ്മൾ തകർത്തില്ലേ, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ ഇപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റിനെ അവർ തകർത്തതായിട്ട് യാതൊരു തെളിവും നമ്മുടെ മുമ്പിലില്ല. ഇന്ത്യ ഗവൺമെന്റോ നമ്മുടെ സൈന്യമോ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ പാകിസ്ഥാനിലെ ഈ പ്രാദേശിക മാധ്യമങ്ങൾ തള്ളിമറിക്കുന്നതിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അത്രയും മികച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണമായിരുന്നു, ഇന്ത്യയുടെ 7 എയർക്രാഫ്റ്റ് ഒക്കെ തകർത്തു എന്നൊക്കെയുള്ള വാർത്തകളും കണ്ടു. പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഇതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പറഞ്ഞത് തെളിവൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ്. അപ്പോ ഇതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലി പറയാത്തിടത്തോളം കാലം പാകിസ്ഥാനിലെ തുക്കട മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ ഒരു കാരണവശാലും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ഇത്രയും എയർക്രാഫ്റ്റുകളൊക്കെ അവർ തകർത്തെങ്കിൽ പിന്നെ ആരാണ് അവിടെ പോയി ആക്രമണം നടത്തിയത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പാകിസ്ഥാന്റെ 9 ഇടങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തി എന്നതിന് വീഡിയോ ഫൂട്ടേജ് അടക്കമാണ് ഇന്ത്യ ലോകത്തിന്റെ മുമ്പ് പ്രസന്റ് ചെയ്തത്. തകർക്കുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നും വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഈ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ട്വിറ്റർ അടക്കമുള്ള പ്ലാറ്റ്ഫോംസിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും മറ്റു പല രീതിയിലും പാകിസ്ഥാനിൽ 9 ഇടങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാന് ചൈന കൊടുത്ത എയർ ഡിഫൻസ് സിസ്റ്റം ഉറങ്ങുകയായിരുന്നു. സീരിയസ് ആയിട്ട് ഉറങ്ങാകാനാണ് സാധ്യത. അല്ലാതെ പിന്നെ നമ്മൾ എന്താണ് കരുതേണ്ടത്? പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് അമ്പയെ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ് 9 ഇടങ്ങളിൽ നമ്മൾ ഈ ആക്രമണം നടത്തുന്നത്. മുൻകൂട്ടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് ആവശ്യം പോലെ സമയം കിട്ടിയിട്ടുണ്ട്.
അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ തന്നെ വിന്യസിക്കാനായിട്ടുള്ള സമയം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തികളിലും അവരുടെ പ്രധാനപ്പെട്ട മേഖലകളിലും ഒക്കെ അവർ വിന്യസിച്ചിട്ടുണ്ടാകും. ഇതിനെയൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ഇന്ത്യ ലക്ഷ്യം ഭേദിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും ഭീഷണിയാണ്. കാരണം നാളെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായാലും ചൈനയുടെ കൈവശമുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇതുപോലെ വർക്ക് ചെയ്യില്ല എന്ന ഒരു തിരിച്ചറിവ് ചൈനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ചൈനയുടെ കയ്യിൽ S-400 ഉണ്ട്, പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണം മാത്രമേ ഉള്ളൂ. അവർക്കത് ഇന്ത്യ ചൈന അതിർത്തിയിൽ വിന്യസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മുഴുവനായും കവർ ചെയ്യാൻ അത് ഉപയോഗിച്ച് പറ്റുകയില്ല. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ പ്രാദേശിക ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയൊക്കെ തകർക്കാൻ ഇന്ത്യക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്കും ഭയം തോന്നുമല്ലോ. കാരണം അവർ നിർമ്മിച്ചു വെച്ച സാധനങ്ങളാണ് പാകിസ്ഥാൻ ഇപ്പോൾ എടുത്ത് ഉപയോഗിച്ചത് ഇന്ത്യക്കെതിരെ. അതിനെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ ഒരു ആക്രമണം പാകിസ്ഥാന്റെ മാത്രമല്ല, ചൈനയുടെ കൂടി കണ്ണു തുറപ്പിക്കുന്ന ഒരു ആക്രമണമാണ്. എന്ന് വെച്ചാൽ ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് അമ്പേ പരാജയമാണ്. എന്നാൽ ഇന്ത്യയുടെ കൈവശം അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ ബരാക്ക് 8 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്, ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്, QRSAM എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, സ്പൈഡർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള നിരവധി എയർ ഡിഫൻസ് സിസ്റ്റംസ് വേറെയും ഉണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ലോഞ്ച് ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റംസ് നമ്മുടെ കയ്യിലുണ്ട്, ആന്റി ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരുപാട് മീഡിയം റേഞ്ച്, ഷോർട്ട് റേഞ്ച് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് എയർ ഡിഫൻസ് സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. S-400 ഉണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങിയ. പക്ഷെ ഇതൊക്കെ ഇത് ഫലപ്രദമാണ് എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. കാരണം അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെതെല്ലാം മികച്ചതെന്ന് നമ്മൾ പറയുന്നത് ശരിയുമല്ല. ഇപ്പോൾ അവർ നമുക്കെതിരെ അങ്ങനെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് കാലം തെളിയിക്കട്ടെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഇന്ത്യയുടെ മിസൈൽ സിസ്റ്റംസ് ആണെങ്കിലും എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണെങ്കിലും വളരെ മികച്ചതാണ്. അതിന് പുറമെ നമ്മൾ ഇസ്രായേലിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ വാങ്ങിയതും നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പാളിച്ച കൂടിയാണ് പക്ഷേ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വളരെ ദുർബലമാണ് എന്ന് ലോകം തിരിച്ചറിയുകയാണ് ഈ സംഭവത്തോടു കൂടി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.